ഇന്ന് ഞാൻ തുറന്നു പറയുന്നുണ്ട്, ആർക്കും ഒരു വിഷമവും തോന്നരുത്. കാരണം കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരില്, സുന്നത്ത് ജമാഅത്തിന്റെ പേരില്, മഹത്തുക്കളായ ഔലിയാക്കളുടെ പേരില്, തൗഹീദിന്റെ പേരില്, ഖുർആനിന്റെയും ഹദീസിന്റെയും പേരില് ധാരാളം ചൂഷണങ്ങൾ നടത്തപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളക്കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കാൻ യാതൊരുവിധ മടിയുമില്ല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് നിരക്കാത്ത വാക്കുകൾ പറയാൻ യാതൊരുവിധ മടിയുമില്ല. എന്ന് മാത്രമല്ല, നാടായ നാടുകളിലൊക്കെയും പാവപ്പെട്ട വിശ്വാസി സമൂഹം, പ്രശ്നങ്ങളുടെ ഭാരവും പേറിക്കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട വിശ്വാസി സമൂഹം ഈ പ്രശ്നങ്ങളുടെ ഭാരക്കെട്ടുകൾ എവിടെയാണെന്ന് ഇറക്കി വെക്കുന്നത്, എവിടെയാണ് എനിക്ക് മോചനം കിട്ടുന്നത്, എവിടെയാണ് എനിക്ക് സമാധാനം കിട്ടുന്നത് എന്നാഗ്രഹിച്ചുകൊണ്ട് പാവപ്പെട്ട പൊതുജനങ്ങള് ഈ ഭാരവും പേറിക്കൊണ്ട് കറങ്ങി ജീവിക്കുമ്പോൾ ആ പാവപ്പെട്ട പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളും മുഴുവനും തങ്ങൾക്കുള്ള ചൂഷണത്തിന്റെ ഉപാധിയാക്കി മാറ്റിയിട്ട് വെള്ളയും ധരിച്ച്, പച്ചയും ധരിച്ച്, കാഷായ വേഷം ധരിച്ച് പാവപ്പെട്ട പൊതുജനങ്ങളുടെ വിശ്വാസ വൈകല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് കുംഭ വീർപ്പിക്കാനും കീശ വീർപ്പിക്കാനും ചൂഷണം നടത്തുവാനും ആത്മീയതയുടെ പേരിൽ കേന്ദ്രങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നാം ചുവടുകൾ മുന്നോട്ട് വെക്കണം. വിശ്വാസ രംഗത്ത് വിശുദ്ധിയുള്ളവരായിരിക്കണം നാം. ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും, ജീവിതത്തിൽ കുഴപ്പമുണ്ടാവും, ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു മാനസിക പ്രശ്നം ഉണ്ടാവും. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നത് പടച്ചതമ്പുരാനാ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ നിസ്കാരത്തിലൂടെ, ക്ഷമയിലൂടെ അല്ലാഹുവിനോട് സഹായം തേടാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹുവിനോട് പറയണം. അല്ലാഹു തആല നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരും. പക്ഷേ അതിനപ്പുറം ഇന്ന് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഏതോ ചില കേന്ദ്രങ്ങളിലേക്ക് പോവുക, ആത്മീയ ചൂഷകന്മാർ വലവിരിച്ചവിടെ കാത്തിരിക്കുന്നു. ഇതിന്റെ അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ ചൂഷണത്തെ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ജ്യോതിഷം എന്നൊരു പരിപാടിയില്ല. ഇസ്ലാമിൽ ജ്യോതിഷം എന്നൊരു പരിപാടി ഇസ്ലാമിലില്ല. പക്ഷെ എന്താ, ഇപ്പോ പലയിടങ്ങളിലും വിസിറ്റിംഗ് കാർഡ് വടിച്ചു വെച്ച്, നെയിം ബോർഡ് വടിച്ചു വെച്ചിരിക്കുന്നു ഇസ്ലാമിക് ജ്യോതിഷം. ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ല. പിന്നെന്താ, അറബിക് ജ്യോതിഷം എന്നൊക്കെ ഓരോ പേരില് ഉസ്താദെന്നും പറഞ്ഞു ഉസ്താദിന്റെ പേരുമൊക്കെ അടിച്ച്, നെയിം ബോർഡ് അടിച്ച്, വിസിറ്റിംഗ് കാർഡും വെച്ചിട്ട് പാവപ്പെട്ട പൊതുജനങ്ങൾ പ്രശ്നങ്ങളുമായി കടന്നു വരുന്ന ആളുകളെ ഇരകളാക്കി കണ്ട് അവരെ മുഴുവനും ചൂഷണം ചെയ്തുകൊണ്ട് എന്തോ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള കേന്ദ്രങ്ങളും ഒക്കെ അപകടം തന്നെയാ. ഇതൊക്കെ അപകടം തന്നെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുർമന്ത്രവാദത്തിന്റെ പിന്നാലെ ഒരിക്കലും മുസ്ലിം ഉമ്മത്ത് പോകാൻ പാടില്ല. ഇസ്ലാം അനുവദിച്ച ഒരു മന്ത്രിക്കലുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. ഇസ്ലാം അംഗീകരിച്ച തൗഹീദിന് ഘടകവിരുദ്ധമല്ലാത്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ദീനിയായ ഒരു മന്ത്രിക്കലുണ്ട്. അത് നമുക്ക് ചെയ്യാം. എന്തെങ്കിലും അസുഖം വന്നു, പനി വന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു പ്രയാസം, പള്ളിയിലേക്ക് വന്നു, ഷിഹാബുദ്ദീൻ ഫൈസി ഉസ്താദിനെ കണ്ടു, ഉസ്താദ് എന്തെങ്കിലും മന്ത്രിച്ചു തരണം. ഉസ്താദ് തലയിൽ കൈവച്ച് നമുക്ക് ഖുർആൻ ആയത്തുകളെ തലയിലേക്ക് ഊതിത്തരുന്നു. അൽഹംദുലില്ലാ, നല്ല കാര്യം. ഹദീസിലുള്ള എന്തെങ്കിലും ദുആക്കൾ, ഇനി ഖുർആനും ഹദീസിലും ഇല്ലാത്ത ദുആ ആണ് എങ്കിലും ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ദുആയാണോ, കുഴപ്പമില്ല, ഓതി മന്ത്രിക്കാം. നമുക്കൊരു കുപ്പിയിൽ വെള്ളം മന്ത്രിച്ചു തന്നു, ഇത് കുടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അതുകൊണ്ട് കുളിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ വീട്ടിലും കടയിലും ഒക്കെ കൊണ്ടുപോയി തളിക്കാൻ പറഞ്ഞു. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇല്ലെങ്കിൽ പിഞ്ഞാണോ എഴുതുന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ എഴുതിയിട്ട് അത് കലക്കി കുടിക്കാൻ പറഞ്ഞു. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അതിലപ്പുറം പ്രശ്നപരിഹാരത്തിന് ഇന്നടുത്ത് കൊണ്ടുപോയി തേങ്ങ ഉടയ്ക്കണം, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി മുട്ടനാടിനെ അറുത്തു കൊടുക്കണം, അവിടെ കൊണ്ടുപോയി 2 കോഴിയെ കൊടുക്കണം, മറ്റേടത്ത് കൊണ്ടുപോയി പട്ടി ഉരിക്കണം, അവിടെ കൊണ്ടുപോയി ആണിയടിക്കണം, ഇവിടെ കൊണ്ടുപോയി വിളക്ക് കത്തിക്കണം. ഈ പരിപാടി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലില്ല. ഈ പരിപാടി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലില്ല. ഇസ്ലാം അംഗീകരിച്ച കാര്യം നമുക്ക് ചെയ്യാം എന്നതിലപ്പുറം ഏതോ ചില ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളുടെ അടിമകളായി നമ്മൾ മാറിയിരിക്കുന്നു.
എന്തെല്ലാം കള്ളക്കഥകളായതിന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കളെ നാം ആദരിക്കുന്നു, ഔലിയാക്കളെ നാം ബഹുമാനിക്കുന്നു, ഔലിയാക്കളെ നാം സ്നേഹിക്കുന്നു. അവർ കാണിച്ചു തന്ന സൽപന്താവിനെ പിൻപറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നാം. അല്ലാഹു തആല അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കളോടൊപ്പം നമുക്ക് സ്വർഗപ്രവേശനം നൽകുമാറാകട്ടെ. പക്ഷേ ഇന്ന് ഔലിയാക്കളുടെ പേരിൽ ഇല്ലാത്ത കള്ളക്കഥകളൊക്കെയും പറഞ്ഞ് പ്രചരിപ്പിക്കുക ഒരു മടിയില്ല. കറാമത്തിന്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ആദ്യം വലിയ വലിയ ഔലിയാക്കളുടെ പേരിൽ ഇങ്ങനെ കളവുകൾ പറയാൻ തുടങ്ങുന്നു. ഫ്ലൈറ്റ് വരെ പിടിച്ചു നിർത്തി, ട്രെയിൻ പിടിച്ചു നിർത്തി, കപ്പല് പിടിച്ചു നിർത്തി, ഹെലികോപ്റ്റർ പിടിച്ചു നിർത്തി. എന്തൊക്കെ കഥകളാണ് റബ്ബേ. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞ് ലോക്കൽ ആളുകളുമായി ബന്ധപ്പെടുത്തുക, പിന്നെ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളുമായി ബന്ധപ്പെടുത്തുക. ഇങ്ങനെ കഥകൾ പറഞ്ഞു പാവപ്പെട്ട വിശ്വാസ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും മോശമായ ദുഷ്ടമായ അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് കടന്നെത്തിയിരിക്കുകയാ. അവിടെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ എന്താ സഹോദരിമാരൊക്കെ ഇത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള ആളുകളുടെ കയ്യിലേക്ക് ചെന്ന് വീഴുന്നത് പെണ്ണുങ്ങളാണ് ഇങ്ങനെ ചെന്ന് വീണു പോകുന്നത്. എന്തെല്ലാം കഥകളാ. പിന്നെ ദുർമന്ത്രവാദത്തിന്റെ പേരില്, ജിന്നുബാധയുടെ പേരില്, പൈശാചിക ബാധയുടെ പേരില് എന്തെല്ലാം കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇസ്ലാമികമായ ചികിത്സയുണ്ട്. ജിന്നുബാധയുണ്ടായോ, ശൈത്താൻ ബാധയുണ്ടായോ, വലത് കാതിൽ ബാങ്ക് വിളിക്കണം, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കണം. അറിയാവുന്ന ഉസ്താദുമാരെടുത്ത് കൊണ്ടുപോയി അവർ ഖുർആൻ ഓതി, ദുആക്കൾ ചൊല്ലി, ദിക്ർ ചൊല്ലി അതൊക്കെ ഒഴിപ്പിച്ചു തരും. എന്നതിനപ്പുറം ഒലക്കൊക്കെ അടിച്ച് ജിന്നിനെ ഓടിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. ഒലക്ക എടുത്തടിക്കുക, ചൂരലെടുത്തടിക്കുക. ഒരിക്കൽ ഒരാൾ പറയാണ് ഭാര്യയ്ക്ക് സുഖമില്ല, കുറെ നാൾ രോഗവും പ്രശ്നവും മാനസിക പ്രശ്നവും. അങ്ങനെ ഏതോ വലിയൊരു ഉസ്താദിന്റെ അടുത്ത് നിന്നു ഉസ്താദ് ചികിത്സയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഭാര്യയ്ക്ക് എത്ര കിലോ ഉണ്ട്, അതേ തൂക്കത്തില് ഭാര്യയുടെ അതേ നീളത്തില് ഒരു മരപ്രതിമ ഉണ്ടാക്കണം. നമ്മളൊന്ന് ഓർത്തു നോക്കെ, ചികിത്സയാ ഇതൊക്കെ ഇസ്ലാമാണോ? എന്നിട്ട് അതിനെ മുന്നിൽ വെച്ചിട്ട് അഗ്നിഹോമം നടത്തുക അല്ലേ? നമുക്കൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ ഉസ്താദുമാര് പറയാന്നും പറഞ്ഞ് ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുക. ഇതൊക്കെ ഇസ്ലാമികമായി അംഗീകരിക്കാൻ പറ്റുമോ? മരപ്രതിമയുണ്ടായിട്ട് അഗ്നിഹോമം നടത്തി ശൈത്താനെ പ്രീതിപ്പെടുത്തുക. ചിലപ്പോ പ്രശ്നമൊക്കെ മാറും. കാരണം ശൈത്താൻ ഇതൊക്കെ ഇഷ്ടമാ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തല്ലേ, 2 മാസം മാറി ഇന്ന് വരും, 3-ാമത്തെ മാസം പിന്നെയും വരും. ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുവിൻ, ദിക്റും ദുആക്കളിലൂടെയും നിങ്ങൾ ചികിത്സിക്കുവിൻ. ഇത് ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത മാർഗങ്ങളിലൂടെ, ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത മാർഗങ്ങളിലൂടെ പട്ടു വിരിച്ചിട്ട് പ്രശ്നം മാറ്റുക, വിളക്ക് കത്തിക്കുക, ആണിയടിക്കുക. അവിടെ കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും കേന്ദ്രങ്ങൾ പറഞ്ഞു തരും. ശിർക്ക് കൊടികുത്തി വാഴുന്ന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി കോഴി അറുത്തു കൊടുക്കണം, ആടിനെ അറുത്തു കൊടുക്കണം, തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി പോണം. ഇതൊന്നും ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റൂല. ഇസ്ലാമിന് ഇതിനു വേണ്ടി കുറെ ആളുകൾ, കുറെ ഉസ്താദുമാര്, കുറെ ജിന്നുമ്മമാര്, സഹോദരിമാരൊക്കെ ഓർത്തോളിൻ, ജിന്നുമ്മമാര്. എന്ത് സൃഷ്ടിയായത്? അള്ളാഹുവിന്റെ ദുനിയാവിൽ ജിന്നുമ്മ എന്നു പേരുള്ള ഒരു സൃഷ്ടിയോ? ഇതെന്താ സാധനം? ഏതെങ്കിലും ലോക്കൽ ഏരിയയിൽ കുളിയില്ല, നിസ്കാരമില്ല, ദീനുമില്ല, പർദ്ദയില്ല, വയറും കാണിച്ച് നെഞ്ചും തുറന്നിട്ട് ഏതെങ്കിലുമൊക്കെ കുറെ താത്താമാരിരുന്ന് പിച്ചും പേയും പറയും. ചൊവ്വാഴ്ച 4 മണിയാകുമ്പോഴത്തേക്ക് ആള് വരും, ബുധനാഴ്ച ആള് വരും, ഹാജറാവുക. പിന്നെ എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയാ. നിസ്കാരം പോലും നേരെ ചൊവ്വ ഉണ്ടാവൂല. ജിന്നുമ്മാണത്രേ, ജിന്നുമ്മ. എന്നിട്ട് പറഞ്ഞെന്താ, ഒരു ഉളുപ്പ് വേണ്ടേ പറയുന്നതിന്? മുഹീദ്ദീൻ ഷെയ്ഖ് വരുന്നു, മുഹീദ്ദീൻ ഷെയ്ഖ് വരുന്നു, അജ്മീർ ഷെയ്ഖ് വരുന്നു. ആരൊക്കെ? കുളിയും നിസ്കാരവും നനയും വൃത്തിയൊന്നും ഇല്ലാത്ത സ്ത്രീകളുടെ അടുത്തേക്കാണോ മഹത്തുക്കളായ ഔലിയാക്കൾ വരുന്നത്? നഊദു ബില്ലാഹ്. അങ്ങനെ മരിച്ചുപോയവര് തിരിച്ചു വരുന്ന പരിപാടി ഇസ്ലാമിലുണ്ടോ? മുഹീദ്ദീൻ ഷെയ്ഖ് മരണപ്പെട്ടു, അജ്മീർ ഷെയ്ഖ് മരണപ്പെട്ടു, ഔലിയാക്കൾ മരണപ്പെട്ടവരുണ്ട്. അവര് മരിച്ചു കഴിഞ്ഞ് എത്രയോ 1000 കൊല്ലം കഴിഞ്ഞാലും ഇവര് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ നടത്തുക. ഇനി അങ്ങനെ വരാനാണെങ്കിൽ തന്നെയും ഈ കുളിയും നനയും വൃത്തിയും ഒന്നുമില്ലാത്ത സ്ത്രീകളുടെ പുറത്തേ വരുള്ളൂ. ഇവിടെ എത്രയോ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ നല്ലവരായ ഉസ്താദുമാരുണ്ട്.
ഒരു ഹറാമ് ചെയ്യാത്ത കറാഹത്തിനെ പോറ്റി പോലും ചിന്തിക്കാത്ത ഉസ്താദന്മാരുണ്ട്. സദാസമയവും ഖുർആനും ഹദീസുമായി ബന്ധപ്പെടുന്നവർ. ഇവരുടെ ഒന്നും അടുക്കലും മുഹീദ്ദീൻ ഷെയ്ഖും വരുന്നില്ല, അജ്മീർ ഷെയ്ഖും വരുന്നില്ല. ആളുകളെയും പറ്റിച്ച് കേസും പ്രശ്നവും കുഴപ്പവും കഞ്ചാവും മയക്കുമരുന്നും കള്ളനോട്ടടിയായിട്ട് നടക്കുന്നവരടുത്തൊക്കെ ഇത് വരുന്നത്. നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുക. എന്നിട്ടെന്താ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ വിശുദ്ധ റമളാനില് 500 പവൻ സ്വർണം അത് ഇരട്ടിപ്പിച്ചു കൊടുക്കാന്നും പറഞ്ഞൊരു ജിന്നുമ കാസർഗോഡ് ജില്ലയിൽ എപ്പോഴാ റമളാനിലെ 500 പവൻ സ്വർണം ഒരു സ്വർണ്ണക്കടക്കാരന് അത് വാങ്ങി അവസാനം അയാളെ തലക്കടിച്ചു കൊന്നു കളഞ്ഞു. ഓർത്തു നോക്കി എന്തൊക്കെ പരിപാടികളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഒരിക്കലും ആത്മീയ രംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ പാടില്ല. ആത്മീയ രംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വാസ രംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ നന്മകളെ അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല. നമ്മുടെ നന്മകളെ അല്ലാഹു തആല നശിപ്പിച്ച് കളയുന്നതാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ചു തരികയാ, മൻ അതാ അറാഫാ ഫസഅലഹു അൻ ശൈഇ ഫസദ്ദഖഹു ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല. കേൾക്കുക സഹോദരങ്ങളെ, കേൾക്കുക സഹോദരിമാരെ, ആത്മീയ രംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അമലുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നതല്ല. ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നു, മൻ അതാ അറാഫാ, ആരെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോയാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത നിലയിൽ മന്ത്രിക്കലായാലും ചികിത്സയായാലും ദുർമന്ത്രവാദമായാലും അത് നടത്തുന്നവരുടെ അടുക്കലേക്ക് ആരെങ്കിലും പോയാൽ ഫസഅലഹു അൻ ശൈഇ, എന്നിട്ട് അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പരിഹാരം ചോദിക്കുകയാ. ഫസദ്ദഖഹു, അവര് പറയുന്നതൊക്കെ വിശ്വസിക്കുകയും അവര് പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്താൽ, ഒന്നോർത്തു നോക്കട്ടെ, അത് താടിയും നീട്ടി വളർത്തിയിട്ട് അത് വെള്ളയും ധരിച്ചിട്ട് നീളം തലപ്പാവും ധരിച്ച് ഷാളും ഇട്ടിട്ട് തസ്ബീഹ് മാലയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദ് എന്ന പേരിലുള്ള ദുർമന്ത്രവാദിയായാലും, അത് പച്ചപ്പട്ടും വിരിച്ചിരിക്കുന്ന ആളുകളായാലും, അത് കാഷായ വേഷം ധരിച്ചിരിക്കുന്നവരായാലും, അവരുടെ അടുക്കലേക്ക് നിങ്ങളൊന്നു പോയാൽ അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പരിഹാരം ചോദിക്കുന്ന അവസ്ഥ വന്നാൽ ഹബീബായ മുത്ത് റസൂല് പഠിപ്പിച്ചു തരികയാ, ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല. അങ്ങനെ പോകുന്ന ആളുകളുടെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഒരൊറ്റ തവണ അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയാൽ നിന്റെ 40 ദിവസത്തെ നിസ്കാരം പടച്ച തമ്പുരാന് വേണ്ട. ആ 40 ദിവസത്തെ നിസ്കാരവും പടച്ചവൻ തള്ളിക്കളയുകയാ. ആ നിസ്കാരത്തിലൂടെയുള്ള നന്മകൾ മുഴുവനും നശിപ്പിച്ച് കളയുകയാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വന്നാൽ നിസ്കാരത്തിന്റെ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടുകൊണ്ട് നാശത്തിന്റെ ഭവനമായ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാ. അതുകൊണ്ട് തീരുമാനമെടുത്തോ, എന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത ഇപ്രകാരമുള്ള മന്ത്രവാദികളുടെ അടുക്കൽ ഞാൻ പോകൂല. നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാ. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് കുറച്ചുകൂടി കടുത്ത ഭാഷയിലല്ലേ പറഞ്ഞത്, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നു, മൻ അതാ കാഹിനാ, ആരെങ്കിലും ഇങ്ങനെയുള്ള ജ്യോത്സ്യന്മാരുടെ മന്ത്രവാദികളുടെ അടുക്കലേക്ക് പോയാൽ ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവര് പറയുന്നത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലുമുള്ള അവന്റെ വിശ്വാസം അവന് നഷ്ടമായി പോയി. അവന്റെ ഈമാൻ അവന് നഷ്ടമായി പോയി. ഈമാനില്ലാതെ പിന്നെ അമൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഈമാനില്ലാതെ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കലും അങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് ചെന്ന് വീഴാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടപ്പെട്ട മാർഗ്ഗങ്ങളിലൂടെ കടന്നു പോവുക. ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത ഈ ദുർമന്ത്രവാദത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് എന്തിനാ? അഗ്നിഹോമം നടത്തുക. വീടുകളിൽ അഗ്നിഹോമം നടത്തുന്ന കാക്കാമാരുണ്ട്. ഇത് ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റൂല. ഇത് ഇസ്ലാമികമായ ഒരു ചികിത്സയല്ല. ഞാൻ പറയുന്നു, ഇസ്ലാം അംഗീകരിച്ച ചികിത്സയുണ്ട്. വീണ്ടും പറയുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിച്ച ചികിത്സ, ശറഅ അംഗീകരിച്ച റുഖിയ ഉണ്ട്. നമുക്കൊരു പ്രശ്നം വന്നു, ഒരു പ്രയാസം വന്നു, ഉസ്താദിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ അത് അറിയുന്ന നല്ല നല്ല തങ്ങന്മാരുടെ അടുത്ത് പോയി. അവർ അൽഹംദുലില്ലാ ഇതിനെയൊക്കെ ബാത്തിലാക്കുന്ന ശിഫാഇന്റെ ആയത്തുകൾ ഓതി, ഹിഫ്ളിന്റെ ആയത്തുകൾ നമുക്ക് ഓതി തന്നു. അതിന്റെ സൂറത്തുകൾ പഠിപ്പിച്ചു, അതിന്റെ രീതികൾ പഠിപ്പിച്ചു, ഇന്ന ഇന്ന അമലുകൾ ചെയ്യാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, നല്ല കാര്യം. നമ്മുടെ തലയ്ക്ക് പിടിച്ച് ഓതി തന്നു. നമ്മളോട് ജീവിതത്തിൽ ചില ചിട്ടവട്ടങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നല്ല, നമ്മൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം തന്നെയാ. പക്ഷേ അതിനപ്പുറം ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത ഇപ്രകാരമുള്ള കാര്യങ്ങൾ, ഇസ്ലാമുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. എന്തൊക്കെ വാർത്തകളും എന്തൊക്കെ കാര്യങ്ങളുവാ. ഒരിക്കലും മലപ്പുറത്ത് നമ്മൾ കേട്ടതെന്താ? വീട്ടിലെ കുടുംബനാഥൻ മരിച്ചു, ഭർത്താവ് മരിച്ചു. വീട്ടുകാര് ഇതൊന്നും പുറത്തറിയിക്കാതെ, ഇതൊന്നും ആരെയും അറിയിക്കാതെ, ആ മയ്യത്ത് മറവ് പോലും ചെയ്യാതെ വീട്ടിന്റെ ഉള്ളിൽ ഒരു മുറിയിൽ ഈ ശവം ഇങ്ങനെ ഇട്ടിരിക്കുക. തുണിയും പുതപ്പിച്ചിട്ടിട്ടുണ്ട്. വീടെല്ലാം അടച്ചുപൂട്ടിയിട്ടു. നാട്ടുകാർക്ക് സംശയമായി, വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി. അവസാനം നാട്ടുകാരൊന്നടങ്കം ചെന്ന് കതക് ചവിട്ടിപ്പൊളിച്ച് നോക്കുമ്പോ ഭാര്യയും മക്കളുമെല്ലാം ഈ ശവത്തിന്റെ ചുറ്റും ഇരുന്ന് എന്തൊക്കെ ഓതുക. നോക്കുമ്പോ ശവം ചീഞ്ഞടഞ്ഞു. കുറെ ബ്ലീച്ചിങ് പൗഡറൊക്കെ വാരിയിട്ടിട്ടുണ്ട്. കാരണം ഭർത്താവ് മരിച്ചുപോയപ്പോ ഏതോ ഒത്താത് പറഞ്ഞു അത്രേ, ഞാൻ ജീവൻ തിരിച്ചു തരാം, ഞാൻ മന്ത്രിച്ചിരുന്ന ബ്ലീച്ചിങ് പൗഡർ ഇതിലിട്ടാ മതി. 3-4 ദിവസമായി, ഒരാഴ്ചയോളമായി അത് ചീഞ്ഞ് നാറാൻ തുടങ്ങി. മരിച്ചുപോയവനെ ജീവൻ തിരിച്ചു തരാമെന്ന് ഏതെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്തവൻ പറഞ്ഞാൽ അതും വിശ്വസിച്ച് അവൻ ഓതിത്തരുന്ന ബ്ലീച്ചിങ് പൗഡറും വാരി വിതറി ശവത്തിന് കാവലിരിക്കുന്നു മുസ്ലിം ഉമ്മത്ത്. നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളല്ലേ. ഏതെല്ലാം ചികിത്സകള്. ശൈത്താൻ ബാധ പ്രശ്നമുണ്ടായ പെൺകുട്ടിയെ മലർത്തിക്കിടത്തി കമഴ്ത്തിക്കിടത്തി വായിൽ കുപ്പി തിരികിയിട്ട് നട്ടല് ചവിട്ടി ഓടിച്ചിട്ട് കൊന്നുകളയുക. പാവപ്പെട്ട സമൂഹത്തിന്, സമുദായത്തിന് ഇത് ചികിത്സയാണ്, പരിഹാരമുണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടികൾ. ഇതൊക്കെ ഉസ്താദും മുസ്ലിയാരും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന, ഇവർക്ക് അറബിയൊക്കെ പറയാൻ അറിയാം, ദുആക്കെ പറയാൻ അറിയാം, വലിയ വെള്ളക്കയുടെ വലിപ്പമുള്ള ഒരു മോതിരമൊക്കെ കയ്യിലുണ്ടാവും. നമുക്കതൊക്കെ ആണല്ലോ. വലിയ വെള്ളക്കയുടെ വലിപ്പമുള്ള മോതിരം ഉണ്ടാവും, ഭയങ്കര ഗോപുരം പോലത്തെ ഒരു തൊപ്പി ഉണ്ടാവും, പച്ച ഷാളുണ്ടാവും, അത്തറിന്റെ വാസന ഇങ്ങനെ കിലോമീറ്ററോളം വീശി അടിക്കും. ഭയങ്കരമായ തഖ്വയും ഭയങ്കരമായ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിതൊക്കെ കിട്ടിയാ മതി, നമുക്കിതൊക്കെ കിട്ടിയാ മതി. കണ്ണുമടച്ച് വിശ്വസിക്കുക, അവരുടെയൊക്കെ കേന്ദ്രങ്ങളിലേക്ക് പോവുക, എന്നിട്ട് പ്രശ്നപരിഹാരങ്ങൾ നടത്തുക. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ സയ്യിദുനാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഒരാൾ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പോയാൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല, 40 ദിവസത്തെ അവന്റെ നിസ്കാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കില്ല. 40 ദിവസത്തെ അവന്റെ നിസ്കാരം പടച്ച തമ്പുരാന് വേണ്ട. എന്ന് മാത്രമല്ല, മറ്റൊരിക്കൽ ഹബീബായ റസൂൽ പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിനെ മുഴുവനും നിഷേധിച്ചവനായി. കൊണ്ട് പാടില്ല. പിന്നെ നമ്മളൊക്കെ തോന്നും, ഇതൊക്കെ ഇവര് പറയുന്നതിലൊക്കെ എന്തോ കാര്യമുണ്ടല്ലോ, ആ ഉസ്താദ് പറയുന്നതൊക്കെ ശരിയാ, അന്നേ പറഞ്ഞ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. പക്ഷെ നമ്മളത് കേട്ടില്ല, ഇപ്പൊ കണ്ടില്ലേ. അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട്
നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിക്കും ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾക്കൊന്നും പോകരുത്, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന നിലയിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ കുന്നാ റിജാലുൻ യഅതൂനൽ കുഹാൻ, ഞങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ പോകുമായിരുന്നു നബിയെ. എന്നിട്ട് സഹാബത്ത് പറയാ, നബിയെ അവര് പറയുന്നതൊക്കെ ശരിയാണല്ലോ, അവര് പറയുന്നതൊക്കെ ശരിയാണല്ലോ, അതങ്ങനെ സംഭവിക്കും, ഇതിങ്ങനെ സംഭവിക്കും, ആ കല്യാണം നടത്തരുത്, ആ വീട്ടിൽ താമസിക്കരുത്, ആ കച്ചവടം തുടങ്ങരുതെന്നൊക്കെ അവർ പറഞ്ഞു. നമ്മളത് കേട്ടില്ല. പക്ഷേ അവർ പറഞ്ഞ പോലെ അവസാനം ഇതൊക്കെ പാതി വഴിയിൽ മുടങ്ങി, കുഴപ്പവും പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവൂലേ? നമുക്കൊക്കെ അത് തോന്നൂലേ? ഈ പറയുന്നതൊക്കെ കൃത്യമാണ്, പറയുന്നതൊക്കെ കറക്റ്റാണ്, നമ്മളങ്ങ് ചെന്നിരുന്നാൽ മതി, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങും. ഓ എന്താ പടച്ചോനെ, എന്ത് വലിയ കാര്യമാണ് എന്നൊക്കെ നമുക്ക് തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കളും ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക. നബി ഇങ്ങനെയൊക്കെ അവർ പറയാണല്ലോ, പിന്നെ എങ്ങനെയാ നബിയെ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത്? സഹാബാക്കൾ പറയുന്നു, ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തിരിക്കുമ്പോ നമ്മൾ ആകാശത്ത് നിന്ന് നക്ഷത്രം ഇങ്ങനെ എരിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച പലരും കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒഴിഞ്ഞ പാടങ്ങളിലൂടെയൊക്കെ നടന്നു പോകുമ്പോ ഇങ്ങനെ നക്ഷത്രം എറിയുക എന്ന് പറയും, അതിന് കൊല്ലിയാൻ എറിയുക എന്നൊക്കെ പല നാടുകളിലും പറയും. പലരും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു കാഴ്ച. അതിങ്ങനെ പെട്ടെന്ന് നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ എരിഞ്ഞു വീഴും, ആകാശത്ത് നിന്ന് ഇങ്ങനെ എരിഞ്ഞു വീഴുന്നത് പോലെ തോന്നും. ഒരാളൊന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ സഹാബാക്കൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഉടൻ തന്നെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ മാ കുന്തും തഖൂലൂന ഫിൽ ജാഹിലിയ്യത്തി ബിമിസ്ലി ഹാദാ, ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടാൽ ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങൾ അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരുന്നത് സഹാബാ? ഏ സഹാബാ, ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ, നക്ഷത്രം എരിഞ്ഞു വീഴുന്ന പോലെ ഒരു കാഴ്ച കണ്ടാൽ അതിനെ പറ്റിയിട്ട് ജാഹിലിയത്തിൽ നിങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു സഹാബാ? സഹാബാക്കൾ പറഞ്ഞു, അതിനെപ്പറ്റി ഞങ്ങൾക്കറിയില്ല നബിയേ, അല്ലാഹു വറസൂലുഹു അഅലം, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അല്ലാഹുവിനും അവന്റെ റസൂലിനും തന്നെ അറിയാം. എന്നാലും ഒന്ന് പറയട്ടെ, വകുന്നാ നഖൂൽ, ജാഹിലിയ കാലത്ത് ഇങ്ങനെയുള്ള കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെപ്പറ്റി പറയുന്നത് എന്താണെന്നറിയുമോ? ഉലിദൽ ലൈലത റജുലുൻ അളീം, ഈ രാത്രി എവിടെയോ ഒരു മഹാനായ വ്യക്തി ജനിച്ചിരിക്കുകയാ. നക്ഷത്രം എറിയപ്പെട്ടതായി കണ്ടാൽ എവിടെയോ ഒരു മഹാനായ വ്യക്തി ഇതാ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. ആരോ അങ്ങനെ ഒരു മഹാനായ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അതല്ല എങ്കിൽ അതല്ലെങ്കിൽ ഒരു മഹാനായ വ്യക്തി മരിച്ചിരിക്കുകയാ. ഒന്നുകിൽ എവിടെയോ ഒരു മഹാൻ ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയോ ഒരു മഹാൻ മരിച്ചിരിക്കുന്നു. ഇത് രണ്ടിൽ ഏതോ ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാ എന്നാണെന്ന് ഞങ്ങൾ ഇതിനെപ്പറ്റി പറയുമായിരുന്നു നബിയേ. ഹബീബായ റസൂൽ പറഞ്ഞു, ഒരിക്കലുമില്ല സഹാബാ, കാര്യം അങ്ങനെയല്ല സഹാബാ. ഏതെങ്കിലും ഒരു വ്യക്തി ജനിച്ചത് കൊണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടത് കൊണ്ടോ ഇപ്രകാരം നക്ഷത്രം എറിയപ്പെട്ടതായി നിങ്ങൾ കാണുന്നതല്ല സ്വഹാബാ. എന്നിട്ട് ഹബീബായ റസൂൽ പറയുന്നു, സഹാബാ, ഇങ്ങനെ നക്ഷത്രം എറിയപ്പെട്ടതായി നിങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹു തആല അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലെ മനുഷ്യരുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാ. പാപ്പാങ്കുളങ്ങര മഹല്ലില് ഇന്ന ഹാജിയാരുടെ രണ്ടാമത്തെ മകൻ, അവന്റെ ആദ്യത്തെ വിവാഹം 6 മാസത്തിലധികം നീണ്ടുപോവില്ല, അത് ത്വലാഖിലായി പോകുന്നതാ. അവൻ വീണ്ടും ഒരു കല്യാണം കഴിക്കും, അതിലവന്റെ ജീവിതം കൃത്യമാകുന്നതാ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഭൂമി ലോകത്തുള്ള ഏതെങ്കിലും ചില ആളുകളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള പടച്ചവന്റെ തീരുമാനം, അവന്റെ വിധികള് അല്ലാഹു തആല അവന്റെ അർശിലിരുന്ന് പ്രഖ്യാപിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുകയാ.
അള്ളാഹുവിന്റെ ഈ തീരുമാനം അറിയുമ്പോൾ അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ ഉറക്ക തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിട്ട് അതിന് തൊട്ട് താഴെയുള്ള മലക്കുകളും തസ്ബീഹ് ചൊല്ലും. ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകളും ചൊല്ലും. ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകളും ചൊല്ലും. അങ്ങനെ ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും തസ്ബീഹ് ചൊല്ലുന്നതാ. ഈ തസ്ബീഹിന്റെ ശബ്ദം കേട്ടിട്ട് ആകാശത്തും ഭൂമിയിലുമുള്ള മുഴുവൻ മലക്കുകളും ഇങ്ങനെ ഉറക്ക തസ്ബീഹ് മുഴക്കാൻ തുടങ്ങുകയാ. ഇങ്ങനെ തസ്ബീഹ് മുഴക്കി അവസാനത്തെ മലക്കാകുമ്പോൾ ഈ മലക്ക് തന്റെ മുകളിലുള്ള മലക്കുകളോട് ചോദിക്കും തസ്ബീഹ് ചൊല്ലാൻ കാരണമെന്താ? അവര് പറയും മുകളിലുള്ളവര് ചൊല്ലിയത് കൊണ്ടാ. അവര് മുകളിലുള്ളവരോട് ചോദിക്കും നിങ്ങൾ ചൊല്ലിയത് എന്തിനാ? അവർക്ക് മുകളിലുള്ളവരോട് ചോദിക്കുന്നതാ. അങ്ങനെ ഈ ചോദ്യം കടന്ന് അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകളിലേക്ക് എത്തുന്നതാ. നിങ്ങൾ തസ്ബീഹ് ചൊല്ലാൻ കാരണമെന്താ? ആ മലക്കുകൾ പറയും അല്ലാഹു ഭൂമി ലോകത്തുള്ള മനുഷ്യരുടെ കാലത്തിന് ഇന്ന തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാ. ഈ തീരുമാനങ്ങൾ കേട്ടിട്ടാ ഞങ്ങൾ തസ്ബീഹ് ചൊല്ലിയിരിക്കുന്നത്. ആ തീരുമാനങ്ങൾ മലക്കുകൾ പറയുകയാ. അർശ് ചുമക്കുന്ന മലക്കുകൾ ആ കാര്യം തീരുമാനങ്ങൾ പറയുമ്പോ പാപ്പാങ്കുളം മർഹല്ലിലെ ഹാജിയാര് രണ്ടാമത്തെ മകന്റെ ഒന്നാമത്തെ വിവാഹം ത്വലാഖിലാകുന്നതാ. രണ്ടാമത്തെ വിവാഹം കുടുംബജീവിതം ഖൈറിലാകുന്നതാ. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മലക്കുകൾ ചർച്ച ചെയ്യുകയാ. ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും ഇതിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അർശിലിരുന്ന് നടത്തുന്ന ചർച്ചകള് ഒളിഞ്ഞു നിന്ന് കേൾക്കാനായി ശൈത്വാന്മാര് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ പടച്ചവന്റെ തീരുമാനം ചർച്ച ചെയ്യുമ്പോൾ അത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ, മേഘങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിന്ന് കേൾക്കാൻ ചില ശൈത്താന്മാര് കടന്നു വരുന്നതാ. ഈ ശൈത്താന്മാര് ഒളിഞ്ഞു നിന്നുകൊണ്ട് മലക്കുകളുടെ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മലക്കുകള് ഈ ശൈത്താന്മാരെ നക്ഷത്രമെടുത്ത് എറിഞ്ഞോടിക്കുന്നതാണ്. നക്ഷത്രമെറിയപ്പെടുന്നതായി നിങ്ങൾ കാണുന്നതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകൾ തസ്ബീഹ് ചൊല്ലും. ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകൾ സഫ് കെട്ടുന്നത് മുകളിൽ നിന്ന് താഴോട്ടാ. അപ്പൊ താഴത്തെ മലക്കും ചൊല്ലും, അടുത്ത മലക്കും ചൊല്ലും. അങ്ങനെ ചൊല്ലി ഭൂമിയുടെ തൊട്ടു മുകളിലുള്ള ആകാശത്തിലുള്ള മലക്കുകൾ വരെ തസ്ബീഹ് ചൊല്ലും. എന്നിട്ട് അവര് ചോദിക്കും എന്തിനാ തസ്ബീഹ് ചൊല്ലിയത്? ഈ ചോദ്യം കടന്ന് അർശ് ചുമക്കുന്ന മലക്ക് വരെ എത്തും. അപ്പൊ ആ മലക്ക് പറയും അല്ലാഹു തആല മനുഷ്യരുടെ കാര്യത്തിൽ ഇന്ന തീരുമാനമെടുത്തു. ഒരു ഉദാഹരണത്തിന് പാപ്പാങ്കുളങ്ങര മഹല്ലില് ഇന്ന ഹാജിയാരുടെ രണ്ടാമത്തെ മകന്റെ വിവാഹ കാര്യം, ആദ്യത്തെ വിവാഹം 6 മാസത്തിൽ കൂടുതൽ പോവില്ല, അതൊഴിയും. പിന്നെ അടുത്ത കല്യാണം അതിലായിരിക്കും റാഹത്താവുന്നത്. ഇതുൾപ്പെടെ പല കാര്യങ്ങളും. അപ്പൊ മലക്കൾ ഇങ്ങനെ അവർക്കിടയിൽ ഇതിങ്ങനെ ചർച്ച ചെയ്യും. ഇത് ചർച്ച ചെയ്യുമ്പോൾ ശൈത്താന്മാര് വന്ന് മേഘത്തിന്റെ പിന്നാലെ ഒളിഞ്ഞു നിന്ന് കേൾക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലക്കുകൾ കാണും. മലക്കുകൾ നക്ഷത്രത്തെ എടുത്ത് എറിഞ്ഞോടിക്കും. ഖുർആൻ പറയുന്നുണ്ട് ഷിഹാബർ റസദാ, എടുത്ത് എറിഞ്ഞോടിക്കും. കുറച്ച് കേൾക്കുമ്പോ തന്നെ എറിഞ്ഞോടിക്കും. ഈ എടുത്ത് എറിയുന്നതാണ് നക്ഷത്രം എറിയുന്നതായി കാണുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു തരിക, ഈ ഒളിഞ്ഞു നിന്ന് കേട്ട ശൈത്താന്മാരുണ്ടല്ലോ, ഈ ശൈത്താന്മാര് ഈ ദുനിയാവിലെ ഈ ദുർമന്ത്രവാദികളെ, ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഈ പ്രവചനവും ജ്യോതിഷവും ഒക്കെ നടത്തുന്ന ആളുകളാണ് ഈ ശൈത്താന്മാർ. ഇതൊക്കെ പൈശാചിക സേവയാണ്. അപ്പോഴായിരിക്കും പാപ്പാങ്കുളങ്ങര മഹല്ലില് ആജിയാരുടെ രണ്ടാമത്തെ മകന് ഒരു വിവാഹാലോചന വരുന്നു. അപ്പോൾ അതെന്താ നടത്തണോ വേണ്ടയോ ചർച്ചകൾ, കാര്യങ്ങൾ അതാണ് നടക്കും പറഞ്ഞിട്ടിരിക്കുമ്പോ ആജിയാരുടെ ഭാര്യ പതുക്കെ തീരുമാനിക്കും, മറ്റേ ഉസ്താദ് ഉണ്ടല്ലോ ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം. നമുക്ക് വിസിറ്റിംഗ് കാർഡും ഒക്കെ അടിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ, അപ്പൊ പുള്ളിക്കാരന്റെ അടുത്ത് പോവാന്നും പറഞ്ഞ് തീരുമാനിച്ച് ആജിയാരുടെ ഭാര്യ നേരെ അവിടെ ചെല്ലും.
അവിടെ ചെല്ലുമ്പോ പറയും, ഉസ്താദേ എനക്ക് മോന്റെ കല്യാണം, ഞാൻ ഇന്ന ആചാര വീട്ടിൽ നിന്ന് വരാ, രണ്ടാമത്തെ മോനാണ്, പേരിതാണ്, പേര് മാത്രം പോരാ, നാളും നക്ഷത്രവും ഒക്കെ കൊടുക്കണം. ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ കളമൊക്കെ വരച്ച് ഇങ്ങനെ കണ്ണുവടച്ചിരിക്കും. ഇതിനാന്നറിയോ? ഒളിച്ചു നിന്ന് കേട്ട ശൈത്താൻ വരണം. ശൈത്താന്റെ കൂട്ടുകാരന്മാരായിരിക്കുന്നതൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ശൈത്താൻ വന്നിട്ട് ഇയാളടുത്ത് പറഞ്ഞു കൊടുക്കും, ഹാജിയാരുടെ രണ്ടാമത്തെ മകന്റെ വിവാഹമല്ലേ, ആദ്യത്തെ വിവാഹം ഒഴിയും, തൊലാക്കാവും, രണ്ടാമത്തെ വിവാഹം ശരിയാവും, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ വന്നു പറഞ്ഞ ശൈത്താനെക്കാട്ടി വലിയ ശൈത്താന ഇവിടെ കളവും വരച്ചോണ്ടിരിക്കുന്ന ആള്. പുള്ളിക്കാരൻ പതുക്കെ കയ്യിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ഇടാൻ തുടങ്ങും. അത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരാള് ഇത് പ്രശ്നമാണ്, നിങ്ങളെ കല്യാണം നടത്തുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ കല്യാണം നിങ്ങൾ ഒഴിവാക്ക്, ഇത് തൽക്കാലം വേണ്ട എന്നൊക്കെ പറയും. ആചാരുടെ ഭാര്യ തിരിച്ചു പോകും. പക്ഷെ എന്തായാലും ആ കറങ്ങിത്തിരിഞ്ഞ് അവസാനം ആ കല്യാണം നടക്കും. അത് നടക്കണമെന്ന് പടച്ചോന്റെ തീരുമാനമല്ലേ, അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കുക എന്നുള്ളത്. ആ കല്യാണം നടക്കും. 6 മാസം കഴിയുമ്പോ അടിച്ചു പിരിയും, തൊലാക്കാവും അല്ലേ? തൊലാക്കായി കഴിയുമ്പോ ആജിയാരുടെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആരെയായിരിക്കും? അന്ന് ഈ കല്യാണം നടത്തണ്ട എന്ന് പറഞ്ഞ ഉസ്താദ്. നേരെ ഉസ്താദിന്റെ അടുത്ത് വരും. ഇയാള് കാത്തിരിക്കുക. അപ്പോ ഇയാള് പറയും, ഞാൻ അന്നേ പറഞ്ഞില്ലേ, നിങ്ങളുടെ കുടുംബത്തിൽ ആരോ സിഹർ ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം, ശാള പറയില്ല. എല്ലാ മന്ത്രവാദികളുടെ ഒരു ട്രിക്കാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ആളെ പറഞ്ഞു തരൂല. കുടുംബ പ്രശ്നങ്ങളുടെയൊക്കെ കാരണവും കാര്യവും ഇത് തന്നെയാ. അപ്പോഴത്തേക്ക് ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെ ചിന്തിക്കും, നാത്തൂനാണോ, അളിയനാണോ, ചേട്ടനാണോ, പിന്നെ അവരോടൊക്കെ അസൂയം പ്രശ്നമാവും. ഇതെങ്ങനെയായി പറയുന്നത്? ശൈത്താന്മാർ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നു, പൈശാചിക സേവയാ. ഇതല്ലാതെ ഇതിൽ ഒരു കാര്യവുമില്ല, അല്ലാതെ അതിലൊരു മഹത്വവും ഇല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളുടെ, ഇങ്ങനെയുള്ള ആളുകളുടെ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആരെങ്കിലും പോയാൽ, അവര് പറയുന്നത് കേട്ടാൽ, അവര് പറയുന്നത് അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടു പോയി നരകത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം